കമ്മീഷനും വേണ്ട. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വി ഡി സതീശനറിയാം, അവിടെയുള്ള നാട്ടുകാർക്കറിയാം, വഖഫ് ബോർഡിനറിയാം, മുനമ്പം നിവാസികൾക്കറിയാം, ഇതൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല, സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. അതിസങ്കീർണമായിട്ടുള്ള വിഷയമാണെന്ന് പറയാം. എങ്കിൽ ആദ്യമേ പറയട്ടെ, മുനമ്പം വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരല്പം ഇതെന്താ വിഷയം എന്നെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. മുനമ്പം വിഷയം ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയം പിണറായി വിജയനോ അതുപോലെ തന്നെ വി ഡി സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കോ ഇനിയിപ്പോൾ ഏതെങ്കിലും BJP നേതാക്കന്മാർക്കോ അവിടെയുള്ള മതമേലധ്യക്ഷന്മാർക്കോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. അത് പതിറ്റാണ്ടുകളായിട്ട് ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളും വഖഫ് ബോർഡും തമ്മിലൊരു വിഷയമാണ്. ഈ വഖഫ് ബോർഡ് തന്നെ വലിയ പ്രശ്നമുണ്ട്. മുസ്ലിംകാര് തന്നെ ഒരു സമയത്ത് ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ല എന്നും പതുക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. പിന്നീട് ഇതേ മുസ്ലിം ഈ ലീഗുമായി ബന്ധപ്പെട്ട ഒരു ആള് അതിൽ ഒപ്പിട്ടോട് കൂടിയിട്ട് അവരത് ശരിവെച്ചോട് കൂടിയിട്ട് ഇത് വഖഫ് ബോർഡിന്റേതാണെന്നുള്ള തർക്കം അവിടെ നടക്കുന്നുണ്ട്. സംഗതിക്ക് അവിടെ കിടക്കട്ടെ, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു, ഇത് വഖഫ് ബോർഡും മുനമ്പത്തെ നിവാസികളും തമ്മിലൊരു വിഷയമാണ്. മുനമ്പം എന്ന് പറയുന്ന ഈ സ്ഥലം എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപില് വടക്കേ അറ്റത്താണ് ഈ ഒരു മുനമ്പം എന്ന് പറയുന്ന ഈ സ്ഥലം കിടക്കുന്നത്. തീരപ്രദേശമാണ്. ലത്തീൻ കാത്തലിക്ക വിഭാഗമാണ് അവിടെ ഏറ്റവും കൂടുതൽ ആയിട്ട് താമസമുള്ളത്. അതിലത്തെ ഭൂരിപക്ഷം ആളുകളും ഈ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ശരി, ആയിക്കോട്ടെ. സംഗതിയുടെ ഏറ്റവും വലിയ വിഷയം 1950 ഇത് ആദ്യം നടക്കുന്നത്. 50 കോഴിക്കോട്ടൊരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സിദ്ദിഖ് സേട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുനമ്പത്ത് ഈ സ്ഥലം. അവിടെ 404 ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു മത്സ്യ സംസ്കരണ ഒരു പ്ലാന്റ് സംതിങ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെയുമായി ബന്ധപ്പെട്ട ഈ 404 ഏക്കർ ഭൂമി നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വഖഫായിട്ട് എഴുതി കൊടുത്തു. ഇനി ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ ഇവിടുത്തെ സോക്കോൾഡ് BJPക്കാർ മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ വഖഫ് എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ടാണ്. വഖഫ് എന്ന് പറയുന്ന സംഗതി ഒരു അറബി നാമമാണ്. ദാനമായി നൽകുക എന്നാണ് അർത്ഥം. അതിനൊന്നുകൂടി വലിയ അർത്ഥമുണ്ട്. അത് ദൈവത്തിന്റെ കയ്യിലേക്കാണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നെ ആരാണോ വഖഫായിട്ട് അവരെ ഭൂമി വഖഫായിട്ട് കൊടുക്കുന്നത്, പിന്നെ ആ ഭൂമിയിൽ അവരെ മക്കൾക്കോ അവരെ ഏതെങ്കിലും തലമുറ ഏതെങ്കിലും ആളുകൾക്കോ ഒരാൾക്കും ഒരു അവകാശവുമില്ല. ആ ഭൂമി ദൈവത്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു, പടച്ചവന്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരാളെ നിർത്തും. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ആളുകളൊക്കെ നിർത്തും. മിക്കവാറും ഏതെങ്കിലും മുസ്ലിം പള്ളികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മത മേലധ്യക്ഷന്മാർക്ക്, അങ്ങനെ അവരൊക്കെ പേരിലേക്കാണ് പലപ്പോഴും ഈ വഖഫായിട്ടൊക്കെ എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും യത്തീം കാര്യങ്ങൾക്കൊക്കെയാണ് ഈ വഖഫായിട്ടൊക്കെ ഭൂമിയൊക്കെ ആളുകളൊക്കെ നൽകുക. എന്നാൽ ഈ ഭൂമി 404 ഏക്കർ ഭൂമി ആ ഒരു സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനാണ്. അവരത് ഭംഗിയായിട്ട് നടത്തും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണത്ര ഈ ഭൂമി കൊടുത്തത്. ഇപ്പോൾ ഈ പറയുന്ന സേട്ടിന്റെ കുടുംബക്കാർ പറയുന്നത് അത് വഖഫായി കൊടുത്തതല്ല, അത് വെറുതെ നടത്താൻ വേണ്ടി മാത്രം കൊടുത്തതെന്നുള്ളതാണ്. കാരണം അവർ അങ്ങനത്തെ കേസിന് സ്വാഭാവികമായിട്ട് പോകും. എന്തുകൊണ്ടാണ്? 404 ഏക്കർ ഭൂമിയുടെ കാര്യമാണ്. ചില്ലറ കോടികളൊന്നല്ല അവിടെ കെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ശരിയായിക്കോട്ടെ. പിന്നീട് ഈ വഖഫിന് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. വഖഫായി കിട്ടിയ ഭൂമിയിലെ ഒരു കാരണവശാലും പിന്നെ വിൽക്കാനോ വേറെ ആളുകൾക്ക് വിൽക്കാനോ ഒന്നും പറ്റില്ല. അത് അവരുടേത് മാത്രമായിട്ട് അവിടെ കെടുക്കുമെന്നുള്ളതാണ്. എന്തായാലും 404 ഏക്കർ അവിടെ ആ ഒരു ഫാറൂഖ് കോളേജിൻ്റെതായിട്ട് അവിടെ കിടന്നില്ല. അതിന്റെ മാനേജ്മെന്റുകൾ ആ ഭൂമി വിറ്റു. അതായത് വഖഫ് നിയമപ്രകാരം ഇത് വിൽക്കാൻ പാടില്ല. പക്ഷെ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഭൂമി ഈ മുനമ്പത്തെ ആ പ്രദേശത്ത് തന്നെയുള്ള വിഭാഗത്തിൽ ആ പ്രദേശത്തിനുള്ള പല ആളുകൾക്ക് കൊടുത്തു. അവരവരെ ജീവിതകാലത്ത് സമ്പാദിച്ചു വെച്ച പൈസ മുഴുവൻ കൊടുത്തിട്ടാണ് ഈ മാനേജ്മെന്റിൽ നിന്ന്, ഈ ഫറൂഖ് മാനേജ്മെന്റിൽ നിന്ന് ഈ ഭൂമി വാങ്ങിച്ചത്. അവർ വീട് വെച്ച് ഏറെക്കാലമായിട്ട് അവിടെ താമസം തുടങ്ങി. വളരെ ഭംഗിയായിട്ട് ഏറെക്കാലം അവർ താമസിക്കുകയായിരുന്നു. അങ്ങനെ കുറെ കാലങ്ങളുണ്ട് കഴിയവേ ഒരു ദിവസം വഖഫ് ബോർഡ് എന്ന് പറയുന്ന ബോർഡിന് ഒരു ബോധോദയം ഉണ്ടായി. തങ്ങൾക്ക്
ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം ഭൂമിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സമ്പത്തുണ്ട് എന്ന് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. അതായത് വഖഫിന്റെ ഭൂമി പല ആൾക്കാരും തട്ടിയെടുത്തിട്ടുണ്ട്. അതായത് വഖഫായിട്ട് ദാനമായിട്ട് ഈ കമ്മിറ്റി കിട്ടിയ ഭൂമി ഇന്ത്യയിലെ പലയിടത്തുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഈ കിട്ടിയ ഭൂമി പല ആൾക്കാരും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണം നടത്തുന്നത് 2019 അന്ന് മുതലാണ് ഈ വിഷയം ആകെ പ്രശ്നമാവുന്നത്. അതുവരെ ആ മുനമ്പത്തെ നിവാസികൾ ഈ വിഷയമൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ഫറൂഖ് കോളേജ് അധികൃതർ ഭൂമി കൊടുത്ത് അവരത് വാങ്ങിച്ച് അവരുടെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി നികുതി അടയ്ക്കുന്നുണ്ട്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലും പിണറായി വിജയൻ അവരെ ഇറക്കി വിടാനോ ഒന്നല്ല ശ്രമിച്ചത്. അവർക്ക് നികുതി അടയ്ക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തത്. അങ്ങനെ നികുതി അടയ്ക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യം എന്താണ്? ആ ഭൂമി അവരുടേത് മാത്രമായിട്ട് മാറും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ അവസരവും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ പിന്നീട് കാറ്റിൽ പറത്തുന്ന രീതിയിലേക്ക് ഈ 2019 ശേഷം വന്ന ചില സംഗതികളൊക്കെ മാറി. എന്തായാലും ഈ വഖഫ് ഭൂമി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗംഭീര അന്വേഷണം നടന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മുനമ്പത്ത് ഒരു 404 ഏക്കർ ഉണ്ട്. ആ ഏക്കർ ഭൂമി ആ സിദ്ദിഖ് സേട്ട് ഈ പറയുന്ന ഒരു കോളേജിന്, ഫറൂഖ് കോളേജിന് ദാനമായിട്ട് വഖഫായി കൊടുത്തതാണ്. പക്ഷേ പിന്നീട് ആ ഭൂമി ഇപ്പോൾ അവരെ കയ്യിൽ കാണാനില്ല. അത് ഇവിടുത്തെ ജനങ്ങളൊക്കെ കയ്യിൽ ആക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വഖഫ് ബോർഡ് വിചാരിച്ചത് അനുവാദമില്ലാതെ അവരത് കൈയടക്കി വെച്ചു എന്നുള്ളതാണ്. പിന്നീടാണ് മനസ്സിലാവുന്ന അന്വേഷിച്ചപ്പോൾ ഇത് അനുവാദമില്ലാതെ കൈയടക്കി വെച്ചതല്ല. ആർക്കാണോ വഖഫായിട്ട് കൊടുത്തത് അവരത് നിയമത്തിന് വിരുദ്ധമായിട്ട് ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് പണം വാങ്ങിയിട്ട് അവർ വിറ്റു എന്നുള്ള വിവരം പറയുന്നത്. സ്വാഭാവികമായിട്ടും വഖഫ് ബോർഡ് കേസിന് പോയി അല്ലേ. ആ ഭൂമി മുഴുവൻ 404 ഏക്കർ ഭൂമി മുനമ്പത്തെ ഞങ്ങളുടെ സംഘടനയുടേതാണ്. ഞങ്ങളുടെ സംഘടനയുടെ നിയമത്തിന് വിരുദ്ധമായി ഫറൂഖ് കോളേജ് അധികൃതർ അത് വിറ്റു എന്ന രീതിയിലാണ് കേസൊക്കെ പോയത്. എന്തായാലും ഈ കേസ് നടക്കുന്ന ഇപ്പോൾ വഖഫ് ബോർഡും ആ മുനമ്പം നിവാസികളും തമ്മിലാണ്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം. അപ്പൊ ഒരു പതിറ്റാണ്ടുകളായിട്ട് ആ ഒരു മുനമ്പത്തെ ജനങ്ങൾ ഈ വിഷയങ്ങളൊന്നും അറിയാതെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂരിഭാഗം ആൾക്കാർ ഞാൻ മുന്നേ പറഞ്ഞു ലത്തീൻ കാത്തലിക് ആളുകളാണ്, ക്രിസ്ത്യൻ ആളുകളാണ്. അവർക്ക് ഈ ഒരു കേസ് 2019 ശേഷം പിന്നീട് അവർക്ക് നികുതി അടയ്ക്കാനുള്ള പ്രശ്നം വന്നു. അവർക്ക് ഭൂമി വിൽക്കാൻ പറ്റാത്ത പ്രശ്നം വന്നു. വീട് പണയം വെക്കാൻ പറ്റാത്ത വന്നു. മക്കളുടെയും മറ്റു വിവാഹങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ഭൂമി പണയം വെച്ചിട്ടൊക്കെ തന്നെയാണ് വിവാഹമൊക്കെ നടത്തുക. ഇതിനൊന്നും പറ്റാത്ത വന്നു. അവർ അസലായിട്ട് ബുദ്ധിമുട്ടി. ഇതാണ് വിഷയം. നിയമപരമായിട്ട് പണം നൽകി ഒഴിവാവില്ല എന്നൊക്കെ തന്നെ അവരിപ്പോൾ പറയുന്നു. ഈ വിഷയത്തിൽ എങ്ങനെയാണ് CPM ഒരു അംഗമാവുന്നത്? എങ്ങനെയാണ് പിണറായി വിജയൻ ഒരു അംഗമാവുന്നത്? പിണറായി വിജയൻ ഇതിലൊരു മെനക്കേട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? BJPക്കാർ മെനക്കേട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് കത്തിക്കാൻ കഴിയുന്ന ഒരു വർഗീയ കലാപത്തിന് സാധ്യത ഏറെയുള്ളൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കത്തിക്കാനും സാധിക്കും. കാസകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിന് സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ VD സതീശൻ സർക്കാർ വേണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് ഇത് വളരെ എളുപ്പത്തിലാണ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പോൾ കോടതിയിലും മറ്റൊക്കെ കേസുമായി കിടക്കുന്നതാണ്. ഇപ്പോൾ ഈ ഭൂമിയുടെ വഖഫിൻ്റേതാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള 100-200ഓളം കുടുംബങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ആ ഭൂമിയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. പക്ഷെ ആ വീട്ടുകാർ തയ്യാറല്ല. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കാടനീതിക്കെതിരെ ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും. ഞങ്ങളുടെ കുഞ്ഞു മക്കളടക്കം ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കും. ഞങ്ങൾക്ക് ഈ വിജയം ഞങ്ങളുടെ വിജയം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ കൈവശം ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ മേടിച്ചെടുക്കുക തന്നെ ചെയ്യും. എത്ര മരണ പോരാട്ടം നടത്തിയാലും ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തും. തീർച്ചയായിട്ടും അവരത് തന്നെ ചെയ്യും. കാരണം അവർ ജനിച്ചു വീണ മണ്ണാണ്. അവരവിടെ ഏറെ കാലമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അവിടെയുള്ള ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള കുറച്ച് പേരാണ്. ഇനി അവിടെ ലാറ്റിൻ കാത്തലിക് വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ ഇന്ന് സമ്പാദിച്ച ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ നമ്മളുടേതല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ഒരിക്കലും തനിച്ചല്ല. ഈ കേരളീയ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ബഹുമാനപ്പെട്ട രാജീവ് സാറിനോട് ഇപ്പോൾ. എന്തായാലും ഇതിനിടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്
വോട്ട് വാങ്ങിച്ചത്. ഇനി 10 മിനിറ്റ് കൊണ്ട് വിഷയം പരിഹരിച്ചോ? ഇദ്ദേഹം പറയുന്നത് ഏതോ 164 ഏതൊരു നിയമമുണ്ട് അത്രേ. അതാണ് ഇദ്ദേഹം പലപ്പോഴും പറയുന്നത്. അദ്ദേഹം പറയുന്ന നിയമത്തെ പറഞ്ഞുതരാം. സെക്ഷൻ 96 പ്രകാരം ഒരു കത്തയച്ചാൽ തീരാവുന്ന വിഷയമായിരുന്നു. നോക്കൂ, അധികാരത്തിൽ കയറിയിട്ട് ഇത്രയും ദിവസമായി. ആ സെക്ഷൻ 96 പ്രകാരം കത്തയക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞില്ലേ? എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? കോടതി വിധി പ്രകാരം ഇത് വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും വഖഫ് ബോർഡിന്. തീർച്ചയായിട്ടും ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഈ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിൻ്റെതാണ് എന്നാണ്. അത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റോ ചെയ്തൊരു കുരുത്തക്കേടൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതി ലക്ഷ്യമായിട്ട് മാറുകയും പലവിധ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോണ വഴിക്ക് ഒരു തട്ട് കൊടുത്തിട്ടാണ് ഇദ്ദേഹം അങ്ങോട്ട് പോയെന്ന് പറയുന്നത്, പിണറായി വിജയൻ പോയെന്ന് പറയുന്നത്. എന്തായാലും അത് എന്ത് എന്നതിനെ കുറിച്ച് വേണമെങ്കിൽ ഒരല്പം ലളിതമായിട്ട് ഇത് കേൾക്കുള്ളൂ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ഒഴികെ മറ്റെല്ലാവർക്കും അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. അവിടെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തനിക്ക് 10 അപ്പൊ ഇങ്ങനെ ഇതങ്ങ് പറഞ്ഞങ്ങ് പോയതാണ്. പക്ഷെ ഭരണപക്ഷത്ത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വലിയ പാടുപെട്ടേനെ. പക്ഷെ അപ്പോഴേക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിടിവള്ളി കിട്ടുന്നത്. അതായത് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഉമീദ് പോർട്ടലിലേക്ക് വഖഫ് ബോർഡ് തന്നെയും ഇതിനെ രജിസ്റ്റർ ചെയ്ത നടപടി തനിക്ക് തന്റെ ഈ പഴയ പ്രസ്താവനയെ ഒന്ന് ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലില് ഈ വിവാദം എന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഭൂമി, വിവാദമൊന്നുമില്ല, അതിനകത്ത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഭൂമിയാണ്, കാര്യത്തിലെ വിശദാംശങ്ങളിലേക്ക് വരാം. ആ ഭൂമി അവിടെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഇനി പരിഹരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം അങ്ങ് മാറ്റിയെടുത്തു. അത് കണ്ടില്ലേ? അദ്ദേഹം ഇപ്പോ അതിൽ ഉരുണ്ട് കളിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, ജനങ്ങളൊപ്പം നിൽക്കണം. ഇത് ജനങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ആര് വഖഫായി കൊടുത്തതാണ്, എപ്പോൾ വഖഫായി കൊടുത്തതാണ്, ഈ വിഷയങ്ങളൊന്നും അറിയില്ല. അവർക്ക് ആകെ ഒറ്റ ഉടമസ്ഥരാണ്, അത് ഫറൂഖ് മാനേജ്മെന്റുകളാണ്. അവരെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിക്കുന്നു, അവരെ വീട് വയ്ക്കുന്നു, താമസിക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇവർക്ക് അറിയില്ല. അങ്ങനെ അവർക്ക് കിട്ടിയ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം വന്നിട്ട് ഇത് പണ്ട് ഏതൊരു ചങ്ങാതി ഏതൊരാളുകൾക്ക് വഖഫായിട്ട് എഴുതി കൊടുത്ത ഭൂമിയാണ്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് മാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം പലസ്തീനും ഇസ്രായേലും തമ്മിലൊരു വിഷയം പോലൊക്കെ മാറി. അതിലേക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാനും അവിടെയുള്ള ഹിന്ദുക്കളെ വഴിതെറ്റിക്കാനും അവിടുത്തെ കാസകളെ വഴിതെറ്റിക്കാനും BJPക്ക് വേണമെങ്കിൽ അവിടെ പൊരി ഇട്ട് കൊടുക്കാൻ സാധിക്കും, തീപ്പൊരി ഇട്ട് കൊടുക്കാൻ സാധിക്കും. ആ തീപ്പൊരി അവിടെ ഈസി ആയിട്ട് വർദ്ധിച്ച് അതൊരു വലിയ കലാപത്തിലേക്കൊക്കെ നീങ്ങാനൊക്കെ സാധ്യതകൾ ഏറെയാണെന്ന് മനസ്സിലാക്കണം. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. എങ്ങനെ പരിഹരിക്കാൻ? വഖഫ് ബോർഡിന്റെ കേസിൽ കിടക്കുന്ന വിഷയം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്ന വിഷയം, സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിഷയം 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റുക? പച്ച കള്ളമല്ലേ ആ പ്രോമിസ്? ആ പ്രോമിസിൽ ഈ മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ലേ? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഈ സർക്കാർ വന്ന് 10 മിനിറ്റ് അല്ലല്ലോ, 7 ദിവസം കഴിഞ്ഞില്ലേ? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമായിരുന്നില്ലേ? എന്താ പരിഹരിക്കാഞ്ഞത്? ഒരു വാചകം എടുത്തിട്ട് ആ വാചകം അങ്ങനെ പറയരുത് സ്മൃതി. അവിടെ പ്രദേശം സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആളുകൾക്ക് പലപ്പോഴും VD സതീശന്റെ ഇത്തരം വാക്കുകളൊക്കെ ബോഷ്കാണെന്നൊക്കെ ആരെങ്കിലൊക്കെ പറയുമ്പോൾ സ്മൃതീശന് വളരെയധികം വിഷമം ഉണ്ടായിരിക്കും. ആ വാക്കിൽ പിടിക്കല്ല എന്ന് പറയുന്നത്, ആ വാക്കിൽ പിടിക്കലല്ല അവിടെ അവസ്ഥ. സത്യത്തിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ്. 10 മിനിറ്റ് കൊണ്ട് ആയിക്കോട്ടെ, ഈ വഖഫ് ബോർഡ് മാത്രമല്ല, ഏത് വഖഫ് ബോർഡ് അവിടെ വന്നാലും വഖഫ് ബോർഡിന് സ്വതന്ത്ര തീരുമാനം എടുക്കാൻ ഇപ്പൊ പറ്റൂല. കാരണം എന്താ? 2019 വഖഫ് ബോർഡ് ഇതേ തീരുമാനമെടുത്തു. എന്റെ ചോദ്യം അതാ സ്മൃതി, 2019 വഖഫ് ബോർഡ് അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇന്നിപ്പോ വഖഫ് സംരക്ഷണ സമിതിക്ക് ഇങ്ങനെ കേസിന് പോകാൻ തന്നെ പറ്റുമോ? ഇതാണ് വിഷയം. ഈ വിഷയമൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നിട്ട് പോലും ഇനിയിപ്പോ അതിനെ പറ്റിയിട്ട് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്താനേ കഴിയില്ല, കാര്യം 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാണ്. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. വഖഫിന്റെ മയിൽക്കുറ്റികളുടെ തറമിക്കടലിൽ എറിയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 10 മിനിറ്റ് കൊണ്ട് ഈ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുത്താൽ പോരായിരുന്നോ? ഈ സെക്ഷൻ 97 പ്രകാരം എന്താ അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റാതെ പോയത്? അങ്ങനെ കൊടുക്കാൻ കഴിയില്ല.
ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു കേസായി ഇത് കിടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് വഖഫിന്റെ സംരക്ഷണ സമിതിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? ആരാണ് ഈ ഭൂമി, മുനമ്പത്തെ 400 ഏക്കറോളം വരുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാ? സ്മൃതി, ഞാനത് ഓർമ്മിപ്പിക്കണോ? അത് 2019 മെയ് മാസം 20 തീയതിയല്ലേ? 2019 മെയ് മാസം 20 വഖഫ് ബോർഡ് ആരാ നയിക്കുന്നത്? വഖഫ് ബോർഡ് നയിക്കുന്ന നേതാവിന്റെ പേര് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളെന്നല്ലേ? മൊയ്ൻ ഹാജി അടക്കമുള്ള ആളുകൾ ആ വഖഫ്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ അധികം നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കും. ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് ഈ ഒരു വിഷയത്തെ കൂടുതൽ മലീമസമാക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. ഈ വിഷയത്തിൽ നമ്മൾ ഇനി എന്ത് സ്റ്റാൻഡ് എടുക്കണം, വഖഫ് ബോർഡ് എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ. ആ ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങൾക്ക് ആ സ്ഥലം കൊടുക്കുക. അതല്ലാതെ വേറൊരു വഴിയില്ല. ആ ജനങ്ങൾ അവിടുന്ന് ഇറക്കിക്കഴിഞ്ഞാൽ അത് അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള എത്തിൻ കാത്തലിക്ക വിഭാഗത്തിന് മുഴുവൻ മുസ്ലിങ്ങളോട്, മുസ്ലിം വിഭാഗത്തോട് ഒരു അപാരമായിട്ടുള്ള പാകം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി തീരും. അത് ആ ഭാഗത്തിന് താമസിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളോട് അപാരമായിട്ടുള്ള പാകം ഉണ്ടാക്കും. ഹിന്ദുക്കളുണ്ട് അവിടെ, ഹിന്ദുക്കൾക്ക് അവിടെയുള്ള പാകം ഉണ്ടാക്കും. ആ ഹിന്ദുക്കൾ ഈസിയായിട്ട് കത്തിച്ചു കൊണ്ടുപോകാൻ, ഒരു വർഗീയ കലാപത്തിൽ കത്തിച്ചു കൊണ്ടുപോകാൻ BJPക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത കലാപത്തിനുള്ള സാധ്യത ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകും. ഇങ്ങനെ വായി തോന്നിയത് പൂക്കിക്ക് അല്ലെങ്കിൽ പൂക്കി മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോന്നും ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് ശ്രമമെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. വളരെയധികം നയതന്ത്രജ്ഞയോട് കൂടിയിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. അത്രയും ദുർഗ്രാഹ്യമായിട്ടുള്ള വിഷയമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ.